വീട് പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഉൺഹയും ഇപ്പോൾ ഒരിടത്തിരുന്നതിന് ശേഷം മിഹോനെ കോൾ ചെയ്യുന്നു. മിഹോയുടെ അച്ഛന്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ അവൾ വളരെ തിരക്കിലായിരുന്നു. മാത്രമല്ല ഉൺഹയോട് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഉൺഹയും ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാതെയൊക്കെ ഇരിക്കുന്നു. അവളും പോകുവാൻ മറ്റൊരിടമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പഴയ വീടൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഹ്യുനുവിന്റെ ഒപ്പം ഓരോരോ സ്ഥലത്തേക്കൊക്കെ അവൾ പോയിട്ടുണ്ടായിരുന്നതൊക്കെ ഓർത്തോണ്ട് നിൽക്കുമ്പോഴത്തേക്കും വലിയൊരു മഴയൊക്കെ പെയ്യുന്നു. അവളും ഓടി ഓടി മറ്റൊരു സ്ഥലത്തേക്കൊക്കെ എത്തിയിരിക്കുന്നു. അപ്പോഴായിരുന്നു ഇതിനു മുമ്പ് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ചൊക്കെ കാണിക്കുന്നത്. അവളും കുട്ടിയായിരുന്ന സമയത്ത് ആരൊരാൾ അവളെ ഫോളോ ചെയ്യുന്നതായിട്ടൊക്കെ തോന്നിക്കുകയും ഹ്യുനുവിന്റെ അടുത്ത് വന്നിട്ട് സഹായമൊക്കെ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹ്യുനു അവളെയും കൊണ്ട് വീടിനകത്തേക്കൊക്കെ കയറുവാനായിട്ട് നോക്കിയ സമയത്ത് അയാളും ഡോറിലൊക്കെ പിടിച്ച് വലിച്ചത് കൊണ്ട് തന്നെ അവർക്ക് വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീടാകട്ടെ ഹ്യുനു അവളെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു വഴിയിലൂടെയൊക്കെ ഓടുന്നു. പിന്നീട് അവളെയും അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സിന്റെ അകത്തൊക്കെ ഒളിപ്പിച്ചിരുത്തിയതിനു ശേഷം ഹ്യുനുവും പുറത്തേക്ക് ഇറങ്ങരുതെന്നൊക്കെ അവളോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതിനുശേഷമാകട്ടെ ഹ്യുനുവിന്റെ കുറച്ച് നിലവിളികളൊക്കെ ആയിരുന്നു അവൾ കേട്ടിട്ടുമുണ്ടായിരുന്നത്. പിന്നീട് ഹ്യുനുവിന് എന്ത് സംഭവിച്ചെന്ന കാര്യം ഒന്നും തന്നെ അവൾക്ക് അറിയുകയുമില്ല. ഹ്യുനു അന്ന് താമസിച്ച വീടിന് മുമ്പിലൊക്കെ എത്തി അവളാകട്ടെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അതുവഴി ജീവാനും എത്തിയിട്ടുണ്ടായിരുന്നത്. അവളും വീടൊക്കെ നഷ്ടപ്പെട്ടു എന്ന കാര്യമൊന്നും തുറന്നു പറയാതെ വെക്കേഷന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു എന്നൊരു കള്ളമൊക്കെയാണ് അവന്റെ അടുത്ത് പറയുന്നത്. അവന്റെയും വീട് അവിടെ തന്നെ ആണെന്നുള്ള കാര്യമൊക്കെ അവനും പറഞ്ഞു കൊടുക്കുന്നു. അവൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു എന്ന കാര്യം അവന് നന്നായി തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവനും അവളെ വീട്ടിൽ നിർത്തുവാനായിട്ടായിരുന്നു താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന് കാരണമായിട്ട് അവന്റെ കോട്ടൊക്കെ വളരെ വില കൂടിയതാണെന്നും ആ കോട്ടിലെ എല്ലാ കറകളും നന്നായി തന്നെ പോയോ എന്നൊക്കെ നോക്കുവാനായിട്ട് വീട്ടിലേക്ക് വരുവാനായിട്ട് പറഞ്ഞിട്ടാണ് അവളെ അവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നത്. ജോയിങ്ങും മീഹോയും ഇപ്പോൾ ഒന്നിച്ചു തന്നെയാണ് ഉള്ളത്. അവരും യഥാർത്ഥത്തിൽ ഉൺഹനെ അന്വേഷിച്ചൊക്കെ നടക്കുകയായിരുന്നു. ഇപ്പോഴാകട്ടെ ജീഹ്വാൻ ഉൺഹനെ കണ്ടു എന്ന കാര്യമൊക്കെ ജോയങ്ങിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ജോയങ്ങും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മീഹോയോടും പറയുന്നു. അപ്പോഴായിരുന്നു ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ ക്രിമിനൽസ് അല്ലേ, അപ്പോൾ നീയും ഒരു ക്രിമിനൽ ആണോ എന്നൊരു ചോദ്യമൊക്കെ ജോയങ്ങിന്റെ അടുത്തും അവൾ ചോദിക്കുന്നത്. ജോയങ് ആകട്ടെ താൻ കുറ്റകൃത്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും പിടിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ കുറ്റകൃത്യമൊക്കെ ചെയ്ത ആൾക്കാർ പിടിക്കപ്പെടണം, എന്നാൽ മാത്രമേ അവർ ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അതൊക്കെ പോട്ടെ, ഇന്ന് എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്, നീ എന്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് ഒന്നിച്ചിരുന്ന് ഡിന്നറൊക്കെ കഴിക്കാമെന്ന് മിഹോ പറയുന്നുണ്ടെങ്കിലും ജോയിങ് അതിന് തയ്യാറാകുന്നില്ല. മിസ് മിനി എന്ന ചാനലിൽ പുതിയൊരു പോസ്റ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. ഉടനെ ഒരു വലിയ ബ്രേക്ക് എടുക്കുകയാണെന്നായിരുന്നു ആ ഒരു പോസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നത്. അവളും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ അതിൽ അവൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ലല്ലോ, അതൊക്കെ ഓർത്തിട്ട് അവൾ ആകെ വിഷമിക്കുന്നു. അവളും വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള എല്ലാ ജോലികളും അവൾ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടുമിരുന്നത്. അതേസമയം ഏനയുടെ ഒക്കെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്കാകട്ടെ സ്വന്തമായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണമായിരുന്നു ഓരോ വീഡിയോസും ഇടുവാനായിട്ട്. ഇപ്പോഴാകട്ടെ ഹ്യുൻമുനെയും കാണിക്കുകയാണ്. അവനും അവൾ കുറച്ചു നാളത്തേക്ക് വീഡിയോസ് ഒന്നും തന്നെ ചെയ്യുകയില്ല എന്ന് ആ ഒരു പോസ്റ്റ് ഒക്കെ കാണുന്നു. സോളിൽ ലൂൺഹയ്ക്ക് മറ്റു കുടുംബം ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവളെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നുള്ള കാര്യം എല്ലാം തന്നെ ജോ അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്ന ജീഹ്വാനും അവളെ പറഞ്ഞയക്കുവാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാലോ എന്നാണ് പോക്കുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഉൺഹയുടെ അടുത്ത് അവൻ പറയുന്നത്. ഫുഡൊക്കെ ആയിട്ട് വന്ന് കഴിയുന്ന അവനാകട്ടെ സോഫയിലിരുന്ന് ഉറങ്ങുന്ന അവളെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അവളും ഉറക്കത്തിൽ ഹ്യുനു എന്നൊക്കെ പറയുന്നത് പുതപ്പിക്കുന്ന സമയത്ത് അവനും കേൾക്കുന്നു. ഇനി പ്രോസിക്യൂട്ടറുടെ ഓഫീസ് കാണിക്കുമ്പോഴത്തേക്കും ഓഫീസർ ആകട്ടെ പെട്ടെന്ന് ഒരു മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും ഹ്യുനുവിന്റെ കുഞ്ഞിക്കുടയൊക്കെ എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും ആ കുടേനെ കളിയാക്കിയൊക്കെ സംസാരിക്കുകയും ഒട്ടും തന്നെ ശ്രദ്ധയില്ലാത്ത രീതിയിൽ കുടയൊക്കെ താഴേക്ക് ഇടുകയും ചെയ്യുകയാണ്. പക്ഷെ ഹ്യുനുവും ആ ഒരു കൂടെ തനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഹ്യുനു ഒരു അങ്കിളൊക്കെ ആയി കാണുമെന്നും അതുപോലെ തന്നെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടായിരിക്കും ഈ കുഞ്ഞിക്കുടയൊക്കെ മേടിച്ചിട്ടുണ്ടാവുക എന്നുമാണ് ഓഫീസറും വിചാരിക്കുന്നത്. ഇനി ആകട്ടെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആ ഒരാളുടെ കേസിനെ കുറിച്ചും ഇവർ സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ അയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയ സമയത്ത് നേരെ ചീഹ്വാന്റെ കമ്പനിയിലേക്കൊക്കെ ആയിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. പിന്നീടാകട്ടെ ഇപ്പോൾ അയാളെ കാണാതാവുകയും ചെയ്തു. ഈ ഒരു കാര്യത്തിൽ ജിഹ്വാന് യാതൊരു രീതിയിലുള്ള പങ്കും ഇല്ല എന്നൊക്കെയാണ് അവൻ പുറമേക്ക് പറയുന്നത്. മാത്രമല്ല ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആള് മിസ്സിംഗ് ആയതിന് പിന്നിൽ കാറ്റ് ഗാങ് ആണ് എന്നും അതുപോലെ തന്നെ കാറ്റ് ഗാങ്ങിന്റെ അടുത്തുനിന്നും എങ്ങനെയും ആളെ കണ്ടെത്തുമെന്നുമാണ് ജിഹ്വാൻ പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യമൊക്കെ ഹ്യുനു മനസ്സിലാക്കുകയും ജിഹ്വാൻ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അയാൾ നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന് ഹ്യുനു ആവശ്യപ്പെടുകയും ചെയ്യുന്നു.
ജിഹോന്റെ വീട്ടിൽ വെച്ചാണ് ഉൺഹ എണീറ്റൊക്കെ വരുന്നത്. ഇനി ജിഹോന്റെ വീട്ടിലെ അടുക്കളയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. മറിച്ച് അവന്റെ കൂടെയുള്ള എല്ലാവരും തന്നെ ഇതേ വീട്ടിൽ തന്നെ ആയിരുന്നു താമസിക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അതായത് അവരാകട്ടെ ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഏതോ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് മാത്രമായിരുന്നു അവർക്ക് അറിയാവുന്നത്. അവരും ഫുഡൊക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉൺഹനെ കാണുന്ന അവരാകട്ടെ മൊത്തത്തിൽ ഞെട്ടിപ്പോകുന്നു. ജയ്സോയ്ക്ക് പിന്നെ ഉണ്ണിയേനെ പണ്ടേ കാണരുതല്ലോ. അതുകൊണ്ട് തന്നെ അവളെ കുറ്റമൊക്കെ പറഞ്ഞ് അവളോട് വീട്ടിൽ നിന്നും ഇറങ്ങി പോകുവാനായിട്ടൊക്കെ ജയ്സോ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അകത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്ന ജീഹാനും അവളോട് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ഞങ്ങളുടെ ഒപ്പം കൂടിക്കോ എന്നൊക്കെ പറയുന്നത്. ഇനി സ്ഥിരമായിട്ടുള്ള അവരുടെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്താകട്ടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു എലിയൊക്കെ കടന്നു കൂടിയിട്ടുണ്ട്. ആ എലീനെ എത്രയും വേഗം വീട്ടിൽ നിന്നും തുരത്തണേ എന്നൊക്കെ ആയിരുന്നു ഉൺഹേനെ ഉദ്ദേശിച്ചുകൊണ്ട് ജയ്സോ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എനിക്ക് ഒരിക്കലും എന്റെ ശത്രുവിന്റെ ഒപ്പം ഇരുന്ന് ഫുഡൊന്നും കഴിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ജയ്സോ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കുമാണ് കൂടെയുള്ള ആൾക്കാര് അത് ശരിക്കും ഒരു തെറ്റിദ്ധാരണ ആയിരുന്നു. ഇതിനെല്ലാത്തിനും പിന്നില് അവളുടെ കമ്പനിയുടെ സിഇഒ ഒക്കെ ആയിരുന്നു. മാത്രമല്ല അവളും നമ്മുടെ നിരപരാധിത്വമൊക്കെ തെളിയിക്കുവാനായിട്ട് യഥാർത്ഥത്തിലുള്ള ഫുട്ടേജ് ഒക്കെ പിന്നീട് പബ്ലിഷ് ചെയ്തതല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ച് പറയുന്നത്. ഒരു വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആരെങ്കിലും സഹായിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഉൺഹ ഓരോ ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ അവളെ ആ കൂട്ടത്തില് കൂട്ടുന്നില്ല. ജിഹ്വാൻ ഇപ്പോൾ ഉള്ളതും നേരത്തെ ആ ഡ്രഗ് അഡിക്റ്റിന്റെ കേസിൽ തന്നെയാണ്. അയാളെ കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമത്തില് അയാളുടെ വീട്ടിലേക്കൊക്കെ ഇപ്പോൾ അവന് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ വീട്ടിലുള്ളതൊരു കുഞ്ഞു കുട്ടിയാണ്. ആ കുഞ്ഞു കുട്ടീനെ ശരിക്കും ജിഹ്വാനെ ഡീൽ ചെയ്യുവാനായിട്ട് അറിയിക്കയില്ല. പക്ഷെ ഇപ്പോൾ അവിടെ ഒറ്റയ്ക്ക് പോകണമെന്നൊക്കെ ജിഹ്വാൻ വാശി പിടിക്കുമ്പോഴത്തേക്കും ഇതിനു മുമ്പും ഒരു കുഞ്ഞു കുട്ടീനെ കണ്ട സമയത്ത് ജിഹ്വാൻ ആ കുട്ടീനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിഹ്വാന്റെ മുഖം കണ്ടപാടെ ആ കുട്ടി കരയുകയൊക്കെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമേ ഇല്ല. ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ കാര്യം ഒന്നും തന്നെ നടക്കുകയില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ജുയങ്. ആരെ സഹായിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നടന്ന ഉൾഹയാകട്ടെ ഇതുപോലെ ഒരു കുട്ടിയുമായിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്കും എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിഹ്വാന്റെ ഒപ്പം കൂടുകയാണ്. ജോയങ്ങും ഡോഹയുടെ ഒപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ജിഹ്വാനെയും ഉൺഹേനെയും കൂടി ഒന്നിച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അവരെ ഒന്നിപ്പിക്കുവാനുള്ള പ്ലാനാണ് ആദ്യം മുതലേ ജോയിങ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. ഇപ്പോഴാകട്ടെ ഡോഹയുടെ കൂടെ ഒരു കാര്യങ്ങളും ചെയ്യുവാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന് ലീവും കൊടുത്തിട്ടാണ് ജോയിങ്ങും പോകുന്നത്. ഇപ്പോൾ വണ്ടിയിലിരിക്കുന്ന ഉൺഹയും ജിഹ്വാനും പരസ്പരം സംസാരിക്കുകയാണ്. അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് തന്നെ മൊത്തത്തിലൊരു തെറ്റിദ്ധാരണയൊക്കെ ആയിരുന്നല്ലോ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കുന്നു. ജിഹ്വാൻ എന്താണ് ചെയ്തതെന്ന് പോലും അറിയാതെ അവനെ കണ്ട് തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരുന്നല്ലോ അവനെ അറസ്റ്റ് ചെയ്യുവാനായിട്ടൊക്കെ ഉൺഹ പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഉൺഹയുടെ കേസിലാണെങ്കിൽ അവളുടെ കയ്യിൽ മിഠായി ഇരുന്നിട്ട് പോലും അത് ഡ്രഗ്സ് ആയിരിക്കുമെന്നൊക്കെ അവൻ തെറ്റിദ്ധരിച്ചിട്ടുമുണ്ടായിരുന്നല്ലോ. അങ്ങനെ രണ്ടുപേരും സോറി പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ കഴിക്കുന്ന ഈ രീതിയിലുള്ള മിഠായികളെ പോലും ഡ്രഗ്സ് ആക്കി മാറ്റുന്ന ആൾക്കാർ ഉറപ്പായിട്ടും പിടികൂടണം. അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നൊരു അഭിപ്രായക്കാരിയാണ് ഉൺഹ. ക്രൈംസ് ഒക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ വീണ്ടും ക്രൈംസ് ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ക്രൈംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ ജോലിക്കൊക്കെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷിച്ചു പോകുന്ന ആളും ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അയാളെ അത്രയ്ക്ക് വിശ്വാസമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അയാളെ അന്വേഷിച്ച് അയാളുടെ വീട്ടിലേക്കൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവനും അറിയിക്കുന്നു. ഏനയും ഹോങ്കിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. മാത്രമല്ല അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് ഏനയ്ക്കൊരു കോളും വരുന്നു. നിലവില് ജിഹ്വാന്റെ ടീം കുട്ടികൾക്കുള്ള സോസേജസ് എന്ന രീതിക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ മറ്റൊരു ടീം ആകട്ടെ ഇതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സോസേജസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവരും ഏനനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം അവരുടെ കൂടെ കൂടാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അത് നമ്പർ 1 കമ്പനി ആയതുകൊണ്ട് തന്നെ ആ കമ്പനിയിലേക്ക് പോകുവാനാണ് തനിക്ക് താല്പര്യമെന്നും എങ്കിൽ പോലും ഒരു കടബാധ്യതയൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിൽക്കാമെന്നുമാണ് ഏനയും അവനോട് പറയുന്നത്. സോ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുകയാണ്. പണ്ട് ഏനെ ആരുമല്ലാതിരുന്ന പണമൊന്നും തന്നെ ഇല്ലാതിരുന്ന സമയത്ത് അവളുടെ അച്ഛൻ കുറെ അധികം പണമൊക്കെ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരികെ ചോദിക്കുവാനായിട്ട് ഗാംഗിലും അവളെ പിടിച്ചൊക്കെ വെച്ചിരിക്കുന്നു. മാത്രമല്ല അച്ഛന് പണം തന്നില്ലെങ്കിൽ അവൾ പണം തന്ന് തീർക്കണമെന്ന രീതിയിലാണ് ഗാംഗിൽ സംസാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ബാധ്യത മാത്രമാണെന്ന് പറഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ജീഫാനും ആ ഒരു പേപ്പറൊക്കെ അതായത് ആ ഒരു മുദ്രക്കടലാസ് എല്ലാം തന്നെ അപ്പോൾ തന്നെ കീറിയും കളഞ്ഞു. പിന്നീട് ജീഹ്വാനും പോകാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഏനയും അവന്റെ പിന്നാലെ ചെന്നിട്ട് പണമൊക്കെ കൊടുത്ത് നിങ്ങൾ എന്നെ വാങ്ങുവാനായിട്ടാണോ നോക്കുന്നത്? ഇപ്പോൾ ഈ പണം വേണ്ട എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് പകരമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഏനയും അവനോട് ചോദിക്കുന്നത്. പക്ഷെ അവനാകട്ടെ ഇത് നിന്റെ കടമല്ലല്ലോ, നിന്റെ അച്ഛന്റെ കടമല്ല എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു കടത്തിന്റെ കാര്യമൊക്കെയാണ് ഏന പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.